രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ കിഷ്കിന്ധാകാന്ഡം നമ്മൾ അവസാനിപ്പിച്ചു. ഇവിടെ സുന്ദരകാന്ഡം തുടങ്ങുകയാണ്. ഇനി സുന്ദരകാന്ഡം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായ കാണ്ഡം എന്നാവാം. സുന്ദരൻ ദൂതൻ എന്നർത്ഥമുണ്ട് സംസ്കൃതത്തിൽ. ദൂതൻ പ്രാധാന്യമുള്ള കാണ്ഡം. ഏതാ ദൂതൻ? ഹനുമാൻ. രാമദൂതനായിരിക്കുന്ന ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നത് കൊണ്ടാണ് അതിന് ദൂതകാന്ഡം എന്നർത്ഥം വരുന്ന സുന്ദരകാന്ഡം. സംസ്കൃതത്തിൽ സുന്ദരന് ദൂതൻ. ഇനി ഒരു കാര്യം കൂടി, ഏറ്റവും സുന്ദരമായ കാണ്ഡം എന്നർത്ഥത്തിലും പറയാം. സുന്ദരമായിട്ടുള്ള കാണ്ഡം, ദൂതന് പ്രാധാന്യമുള്ള കാണ്ഡം. കാരണം വളരെ ബുദ്ധിമുട്ടി അവർ രാമലക്ഷ്മണന്മാർ നിൽക്കുന്ന ഒരു സമയത്ത് സീതയും ദുഃഖിച്ചിരിക്കണം. അപ്പോൾ അവർക്കൊരു പ്രത്യാശ ഉളവാക്കുന്ന കാണ്ഡമാണ് സുന്ദരകാന്ഡം. അതുകൊണ്ട് രാമായണത്തിലത്തെ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു കാണ്ഡം എന്ന് പറയാം. കാരണം എല്ലാ വാനരന്മാരെ വധിക്കും എന്ന് സുഗ്രീവൻ പറഞ്ഞു. അത് ഏകദേശം നടപ്പാവും എന്ന് വരെ അവർ ചിന്തിച്ചു. അത്യധികം നിരാശയുടെ പടുകുഴിയിൽ കിടക്കുമ്പോഴാണ് സമുദ്രലംഘനത്തെക്കുറിച്ചുള്ള ചിന്ത ഉണരുന്നതും അത് നടപ്പാവുന്നതും. മാത്രമല്ല സീതയെ കാണുന്നതും. അപ്പോൾ അവരുടെ വധഭീഷണി പോയി. അവർ ആർത്ത് വിളിച്ചു സന്തോഷിച്ചു. അപ്പോൾ സുന്ദരമായ കാണ്ഡം എന്നർത്ഥത്തിൽ വധത്തിൽ നിന്ന് ആഹ്ലാദത്തിലേക്ക്, ചുരുക്കം പറയാം, വധഭീഷണിയിൽ വരേക്കും പടുകയത്തിൽ നിന്ന് ആഹ്ലാദത്തിലേക്കുള്ള കാണ്ഡമാണ് വന്ന ഒരു കാണ്ഡമാണ് സുന്ദരകാന്ഡം എന്നും പറയാം. ഇപ്പം എന്തായാലും ദൂതനായിരിക്കുന്ന ഹനുമാനാണ് അവിടെ പ്രാധാന്യം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്നു, ഈ സുന്ദരകാന്ഡം വായിച്ചാൽ കാര്യസാധ്യത്തിന് വളരെ നല്ലതാണ്. എങ്ങനെ വേണമെങ്കിലും വായിക്കാം. സാധാരണ വെള്ളി തുടങ്ങി വ്യാഴം അവസാനിപ്പിക്കുക, പിന്നെ വെള്ളി വീണ്ടും, അങ്ങനെയാകുമ്പോൾ 8-10 സർഗം ഇതിൽ വായിക്കേണ്ടി വരും. സുന്ദരകാന്ഡം ഒട്ടും കുറവല്ല. വാൽമീകി രാമായണത്തിൽ 68 സർഗമുണ്ട്. ഒരു സർഗം എന്ന് പറഞ്ഞാൽ വേറൊന്നിനേക്കാളും കുറച്ച് കുറവും കൂടിയാണ്. കിഷ്കിന്ധയുടെ അത്രയും അതിനേക്കാൾ കുറവാണ്. കിഷ്കിന്ധനേക്കാൾ കൂടുതലാണ്. കിന്ത 67 ഉള്ളൂ. ചെറിയ വ്യത്യാസം കിന്തേക്കാളും ഉണ്ട് എന്ന് പറയാം. ഇവിടെ കുറവല്ല സുന്ദരകാന്ഡം. അത് വായിക്കുമ്പോൾ സർഗമായിട്ട് വായിക്കുമ്പോൾ 8-10 സർഗമൊക്കെ ഒരു ദിവസം വായിക്കുമ്പോൾ 68 സർഗം 7 ദിവസം കൊണ്ട് കവർ ചെയ്യാം. അങ്ങനെ വായിക്കുന്നത് വളരെയധികം കാര്യസാധ്യത്തിനും വിഘ്നം നീങ്ങുന്നതിനും അസാധ്യമായതുപോലും സാധിക്കും എന്നാണ്. സാധിക്കുമെന്ന് പറയാണ്ടോ. അസാധ്യമായിട്ടതും കൂടി, ഒരിക്കലും ചിന്തിക്കാത്തതും കൂടി നമുക്ക് നേടാൻ പറ്റും എന്നാണ് വിശ്വാസം. എന്തായാലും അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയണു. ഹനുമാൻ സമുദ്രലംഘനത്തിന് തീരുമാനിച്ചു. മലയാളത്തിലെ കഥയമമ്മ കഥകളതിസാഗരം കാകുസ്തലീലകൾ കേട്ടാൽ മതീവരാ. വളരെ ഒരു പ്രത്യേക വൃത്തം, ശ്രദ്ധകാകളിയൊന്നും ഇഷ്ടമില്ല കേട്ടോ. ഒരു വൃത്തത്തിലാണ് എഴുത്തച്ഛൻ അത് ആദ്യത്തെ ആ ഒരു വരി തെറ്റാതെ വായിക്കണമെങ്കിൽ നല്ല പരിശീലനം വേണം. കേൾക്കാനോ വളരെ സുഖമാണ്. ഇനിയും അതുകൊണ്ടൊക്കെ ആവാം. അതുകൊണ്ട് സുന്ദരകാന്ഡം എങ്ങനെ തെറ്റാതെ ഇങ്ങനെ വായിച്ച് പോവാച്ചാൽ നല്ല സുഖമാണ് കേട്ടിരിക്കാൻ. പക്ഷേ അത് അപ്പോഴേക്കൊക്കെ ഓരോ വരി അങ്ങോട്ടും കൂടെയൊക്കെ മാറും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അക്ഷരങ്ങൾ ഭാഗവത്തിലത്തെ പഞ്ചമം പോലെ എന്നൊക്കെ പറയും ഞങ്ങൾ. അപ്പം എന്തായാലും ആ കാണ്ഡം ഇവിടെ ആരംഭിക്കണു. ഹനുമാൻ ധൈര്യം അവലംബിച്ച് തനിക്ക് അതിന് കഴിയും എന്ന് ജാമ്പവാൻ പ്രകീർത്തിച്ചതിനെ തുടർന്ന് എല്ലാ ശത്രുക്കൾക്കും ഹന്താവായ ശത്രുക്കൾക്ക് യമനായിട്ടുള്ള ഹനുമാൻ ലങ്കയിലെ ലക്ഷ്യം വെച്ച് സമുദ്രം ചാടി കടക്കാനായിട്ട് തൻ്റെ ശരീരം കൊണ്ട് വലുതാക്കി. മഹിമ എന്ന സിദ്ധി ഉണ്ട് ഹനുമാൻ. അണിമയുണ്ട്, മഹിമയുണ്ട്. രണ്ടും നമുക്ക് കാണാം.
ശരീരം ചെറുതാക്കുന്നുണ്ട്, ശരീരം വലുതാക്കുന്നുണ്ട്. ഇവിടെ വലുതാക്കി, ഒന്നാണ് വലുതാക്കിയിട്ടോ. തതോ രാവണനീതായ സീതായ ശത്രുകർശന യേഷ പദമന്വേഷ്ടും ചാരണാചരിതേ പതി. ചാരണാചരിതേ പതി എന്നർത്ഥം. ചാരണന്മാർ, സിദ്ധന്മാരും നരവന്മാർ ഇവരൊക്കെ പലപ്പോഴും ഖേചരന്മാരാണ്, ആകാശത്ത് കൂടെ സഞ്ചരിക്കുന്നവർ. അപ്പോൾ അവർ സഞ്ചരിക്കുന്ന പഥത്തിൽ കൂടെ അവരുടെ സഞ്ചാര പന്ഥാവിൽ പ്രവേശിച്ചു. സാധാരണക്കാർക്ക് പറ്റണ കാര്യമല്ല. അവരുടെ സഞ്ചാര പഥം എന്ന് പറഞ്ഞാൽ ആകാശം. നമുക്ക് പറ്റും ആകാശത്ത് കൂടെ സഞ്ചരിക്കാൻ? ബലൂൺ ഊതി വീർപ്പിച്ച് വിട്ട പോലെ ഹനുമാൻ ആകാശത്ത് കൂടെ സഞ്ചരിച്ചു. ആരോഗ്യമുള്ളതായിട്ടുള്ളൊരു കാള തലയെടുപ്പോട് കൂടി ഇങ്ങനെ നിന്നാൽ ചിലർക്ക് പേടിയോ ഇല്ല, ഇതിപ്പോൾ എന്തൊക്കെയാണ് കാട്ടുക. പക്ഷെ അതൊന്നും കാട്ടൊന്നുമില്ല. സാധാരണ നിലയ്ക്ക് അത് അങ്ങനെ തല കുലുക്കി വരുന്നല്ലാണ്ട് ഉപദ്രവിക്കില്ലല്ലോ. ഈ പശു, കാള മുതലായിട്ടൊന്നും അങ്ങനെ പുലി, സിംഹത്തിനെ പോലെ നമ്മളെ ചാടി ഉപദ്രവിക്കൊന്നുമില്ല. ഒരു ജീവി ഉപദ്രവിക്കില്ല എന്നാണ് പറയുക. അത് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ആ കാളയുടെ എടുപ്പോടുകൂടി എന്ത് ചെയ്തു? മഹേന്ദ്രപർവ്വതത്തിൽ ആദ്യം ഒന്നങ്ങനെ സഞ്ചരിച്ചു. ഉലാത്തി എന്നാ ഇവിടെ പറയണത്. ധീരസലിലകൽപ്പേഷു വിചചാര യഥാസുഖം. മഹാവിജനായിരിക്കുന്ന ഹനുമാൻ, നമുക്ക് ലേശൊരു ഗൗരവമുള്ളൊരു ചിന്ത മനസ്സിൽ വന്നാൽ എന്താ ചെയ്യുക? പണ്ടൊക്കെ കേട്ടോ, ഇപ്പം കോലായ നീളമുള്ള കോലായല്ല, ആകെപ്പാടൊരു കുടുക്ക സിറ്റ് ഔട്ടാണ് നമ്മൾ. ശരിക്കും അത് ശരിയല്ല എന്നാണ്. ഭാവി തലമുറയിൽ വീട് പണിയണവർ ഉമ്മർത്ത് കുറച്ച് നീളത്തിലൊരു കോലായി ഉണ്ടാക്കുക, അതിനനുസരിച്ച് ബാക്കിയൊക്കെ ശരിയാക്കുക, പ്ലാൻ വരയ്ക്കാൻ പറയുക. വീട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എത്രയുണ്ടോ അത്രയും നീളം കോലായ. അത് എന്തിനാത്? ഒരുപാട് ഇംപ്ലിക്കേഷൻസ് അതിനുണ്ട് പണ്ടത്തെ വാസ്തുവിൽ. ഒന്നാമത് നമുക്ക് ഈ സംഘർഷം വരുമ്പോൾ ലേശൊരു BP കൂടും. അപ്പം അതൊക്കെ കുറയ്ക്കാൻ അത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. പണ്ടത് ചെയ്യും, അത് കുറയും. നടത്തം സംഘർഷം കുറയ്ക്കും, BP കുറയ്ക്കും. ഒരു എക്സസൈസായി. ഊണ് കഴിഞ്ഞാലോ 10 അടി നടക്കണം. അതിന് ഈ കോലായ മഴ ഉണ്ടെച്ചാൽ ആ നടത്താൻ നമുക്ക് ഇന്നില്ല. അതാണ് ഈ ഗ്യാസും മറ്റു അസുഖങ്ങളൊക്കെ വരും. ഇവിടെ അപ്പം അത് പ്രധാന വിഷയമല്ല കേട്ടോ, പറഞ്ഞു എന്ന് മാത്രം. ഉലാത്ത, പണ്ടത്തെ ആ ഒരു സമ്പ്രദായമാണ് ഉലാത്തുക എന്നാണ് പറയുക, അല്ലേ? അപ്പോൾ ഊട് കഴിഞ്ഞാൽ 10 അടി നടക്കണം. ഇതിനൊക്കെ ഈ ഫ്രണ്ടിലത്തെ കുടുക്ക സിറ്റ് ഔട്ടല്ല വേണ്ടത്. വെയ്ക്കിങ് കുറച്ച് നീളത്തിലുണ്ടാക്കുക. നീളം കൂടിക്കോട്ടെ, 2 അടി കൂടിയാലും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. എന്ന പോലെ നമ്മൾ നടക്കുന്നത് പോലെ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ നടക്കാറുണ്ട് വീട്ടിൽ കൂടെ, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് അവർ കോലായ മുമ്പിലുണ്ടാവുമ്പോൾ. അതുപോലെ ഇവിടെ മഹേന്ദ്രപർവ്വതത്തിൽ ഹനുമാൻ സുഖമായി ഉലാത്തി. സലിലോ ധീരസലിലകൽപ്പേഷു വിചചാര യഥാസുഖം. വളരെ ഗൗരവമുള്ള കാര്യമാണ്, അത് എളുപ്പമുള്ള കാര്യമാണോ വിചാരിക്കണത്? സമുദ്രത്തെ ചാടി കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു, കുറച്ച് നേരം അങ്ങനെ നടന്നു എന്നാണ്. ഏതിട്ടോ വലുതായിട്ടുള്ളതായ മൃഗങ്ങളെ, പക്ഷികൾ, അതൊക്കെ മഹേന്ദ്രപർവ്വതം എന്ന് പറഞ്ഞ പർവ്വതത്തിലാണ് ഈ ഉലാത്തിയത്. ഹനുമാൻ വരുന്ന കണ്ടപ്പോൾ പക്ഷി മൃഗാദികളൊക്കെ പേടിച്ചു. ചില മൃഗങ്ങളെ, പക്ഷികളെയൊക്കെ വധിച്ചു. ചില പക്ഷികൾ അപ്പോഴേക്ക് പേടിച്ച് പറന്നുപോയി രക്ഷപ്പെട്ടു, മരിക്കാണ്ട് രക്ഷപ്പെട്ടു. അതാണ് പക്ഷികളെ തുരത്തിക്കൊണ്ടും. ചില മൃഗങ്ങളൊക്കെ കയ്യിൽ വന്നത് മരിച്ചു, സിംഹം പോലെ. അനവധി മൃഗങ്ങളെ കൊന്നും മറ്റും ആ ഹനുമാൻ മഹേന്ദ്രപർവ്വതത്തിൽ അങ്ങനെ വിലസി എന്ന് പറയാൻ വേണമെങ്കിൽ. ഇപ്പോഴോ പലതരത്തിലുള്ളതായ നിറങ്ങളും ഒക്കെ ഉള്ള സ്വാഭാവികമായിട്ടുള്ള ധാതുക്കൾ അടിഞ്ഞതും അതേപോലെ തന്നെ കാമരൂപികളും ആയ യക്ഷകിന്നര ഗന്ധർവന്മാർ ആ മഹേന്ദ്രപർവ്വതത്തിലുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അവരോ ഹനുമാനെ കണ്ടപ്പോൾ ഒക്കെ വന്ദിച്ചു എല്ലാവരും. ചിലരൊക്കെ പേടിച്ചു, ചിലരൊക്കെ വന്ദിച്ചു. പർവ്വതത്തിൽ വലുതായിട്ടുള്ള ഉരകങ്ങൾ, പക്ഷി ജന്തുവർഗ്ഗങ്ങൾ ഇതൊക്കെയുണ്ട്. ഒരു വലിയ കയം, വെള്ളം എന്ന് പറഞ്ഞാൽ കയത്തിലൊരു ആന ഇറങ്ങിങ്ങനെ നീന്തി തുടിക്കണ പോലെ
തോന്നപ്പെട്ടു എന്ന് പറയുകയാണ്. അങ്ങനെ ഹനുമാൻ ഈ ആദിത്യനെ, ഇന്ദ്രനെ, വായുവിനെ ഒക്കെ വണങ്ങി. പ്രധാന കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ വേണമെന്ന് നമുക്ക് മനസ്സിലാക്കും കൂടി വേണം. അതെന്ന് ഒരു പുറത്തേക്ക് പോകാൻ പുറപ്പെടുക എന്തെങ്കിലും കാര്യസാധ്യത വെച്ചാൽ ആദിത്യനെ ബന്ധിക്കണം. ഇന്ദ്രൻ ദേവന്മാരുടെ നേതാവാണ്. കൊള്ളതാത്തതൊക്കെ ചെയ്തിട്ടുണ്ടാച്ചാലും നമ്മളത് കാണേണ്ടതാണ്. ഇന്ദ്രനെ വന്ദിക്കുക, വായുവിനെ വന്ദിക്കുക, അഗ്നിയെ വന്ദിക്കുക. ഇതേ കാണാതിരിക്കുമ്പോൾ ഹനുമാൻ ഇവരെയൊക്കെ വന്ദിച്ചിട്ട് തെരഞ്ഞപ്പോൾ കണ്ടു എന്ന് പറയുന്നുണ്ട്. ആദ്യം കണ്ടില്ല, അവസാനം ഗതി കെട്ടു വളരെ വിഷമിച്ച് ഇവരെയൊക്കെ വന്ദിച്ച് കണ്ടു. അപ്പോൾ പ്രധാന കാര്യസാധ്യത്തിന് ഇന്ദ്രനെ വന്ദിക്കുക, വായുവിനെ വന്ദിക്കുക. ഇവർക്ക് അഷ്ടദിക്പാലന്മാരാണ്. സൂര്യനല്ലാത്ത മഹേന്ദ്രനും വായു ഒക്കെ അഷ്ടദിക്പാലന്മാരിൽ പെടുമല്ലോ. വായവേ നമ, കുബേരായ നമ, ഇന്ദ്രായ നമ, വൈശ്വാനരായ നമ എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് വന്ദിച്ചു. തൻ്റെ അച്ഛനായിരിക്കുന്ന വായുവിന് ഒരു സ്ഥാനം കൂടി ഉണ്ടല്ലോ, തൻ്റെ അച്ഛനാണ്. അതിനെ തെക്കോട്ട് തൊഴുത് നിൽക്കുകയാണ്. തെക്കോട്ടാണല്ലോ പോകേണ്ടത്. ദക്ഷിണ ദിക്കിലേക്ക് പോകാനായിക്കൊണ്ട് തൻ്റെ ശരീരം അങ്ങോട്ട് വലുതാക്കി മഹിമ എന്ന സിദ്ധി ഉപയോഗിച്ചിട്ട് പ്ലവംഗപ്രചരേർ ദൃഷ്ട പ്ലവനേ കൃതനിശ്ചയ ചാടാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ടൊന്ന് അങ്ങോട്ട് ഒരുങ്ങി. ഈ ലോങ് ജമ്പ് ചാടുമ്പോൾ ഉണ്ട് അതിനൊരു ഒരുങ്ങലുണ്ട്. കുറച്ചിങ്ങോട്ട് പിന്നാക്കം ഇങ്ങോട്ട് വന്ന് ഒന്നങ്ങനെ തയ്യാറെടുത്ത് ഒറ്റ ചാട്ടാണ് ചാടുക ചെയ്യുക. അപ്പോൾ കുറച്ച് തയ്യാറിപ്പ് വേണം. അപ്പം അതൊക്കെ ഇവിടെ അങ്ങനെ ഉണ്ടായി. ഇത് ചെറിയ ലോങ് ജമ്പല്ല, അതിഗംഭീര ജമ്പാണ് ചാടാൻ പോണത്. അപ്പോൾ ഒന്നങ്ങനെ തയ്യാറായി വലുതാക്കിയിട്ട് ആ വാവ് ദിവസം കടൽ വലുതാവുന്നത് പോലെ ഇങ്ങനെ കടൽ വലുതാവുക. വാവ് ദിവസം വെള്ളമാണ് കൂടുതലാവണത്, കടലിൻ്റെ വലിപ്പമല്ല. പക്ഷെ വെള്ളം അവിടെ നിൽക്കില്ല. ഈ ആകർഷണം വരുമ്പോൾ വെള്ളം കരയിലേക്ക് അടിച്ചാണ്ട് കയറും. കടലിൻ്റെ ആ വിസ്തീർണം കൂടുന്നില്ല വെച്ചാലും വെള്ളത്തിൻ്റെ ആ സ്ഥലം കൂടും. എവിടെ വരെ അടിച്ച് കയറി വേലിയേറ്റം ഉണ്ടാവുന്ന പോലെ എന്നർത്ഥം. അപ്പോൾ വാവ് ദിവസം ബവൃദ്ധേ രാമവൃദ്ധ്യർത്ഥം സമുദ്ര ഇവ പർവസു, സമുദ്ര ഇവ പർവസു പൗർണമി ദിവസം എപ്രകാരം കടലിലത്തെ വെള്ളം വളരെയേറെ വർദ്ധിക്കുന്നുവോ, അതിൻ്റെ ഒറിജിനൽ വലിപ്പം കൂട്ടുന്നുവോ, അതുപോലെ ഹനുമാൻ തൻ്റെ ശരീരമാണ് വലുതാക്കി പർവ്വതത്തെ കാലുകൊണ്ട് ഒന്നങ്ങോട്ട് അമർത്തി. ഊന്നുക എന്ന് പറയില്ല, നമ്മൾ ഊന്നിയിട്ട് വേണം ചാടാൻ, എന്നാലല്ലേ കുറേ ദൂരം ചാടാനായിട്ട് പറ്റുള്ളൂ. പർവ്വതമാകട്ടെ വിറച്ചു എന്ന് പറയുന്നത് തരുണാം പുഷ്പിതാഗ്രാണാം സർവം പുഷ്പം അശാതയിൽ. വൃക്ഷങ്ങളുടെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി. ഹനുമാൻ്റെ ആ ഒരു അമർത്തലിൻ്റെ ഊക്കൊണ്ട് പർവ്വതം അങ്ങനെ കടന്ന് ചാഞ്ചാടാൻ തുടങ്ങി. ഒരു ഭാഗത്ത് നിൽക്കാതെ കിടന്ന് അങ്ങനെ ആടുക, കമ്പനം കൊള്ളുക എന്നൊക്കെ പറയാമല്ലോ. അതുണ്ടായി പല പുഷ്പങ്ങളും അതിൽ നിന്ന് വീഴുക, അങ്ങനെയൊക്കെ ഉണ്ടാവുക എന്ന് പറയണം. പറഞ്ഞു തേന ചോത്തമവീര്യേണ പീഡ്യമാനസ്സ പർവ്വത സലിലം പ്രസുസ്രാവ മദം മത്ത ഇവ ദിപ. ഈ പർവ്വതങ്ങളുടെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും എന്നാണ് പറയലല്ല അത്. ഇപ്പം നമുക്ക് മഴക്കാലം വന്ന ഉരുൾപൊട്ടലുണ്ടാവും. ആ വെള്ളം ഒരു പരിധി കഴിഞ്ഞാൽ അതിന് താങ്ങാൻ പറ്റാതെ പുറത്തേക്ക് വരികയാണ് ഈ ഉരുൾപൊട്ടൽ. ഇപ്പോൾ വലിയ നാശനഷ്ടങ്ങളും മരണവും. വയനാട് ദുരന്തം നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ലാവോ? വായിക്കുന്ന സമയത്ത് ഒരിക്കലും കർക്കിടക മാസത്തിൽ രണ്ടാം കൊല്ലം. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരവസ്ഥയാണ്. രണ്ടാം കൊല്ലമല്ല കേട്ടോ, കഴിഞ്ഞ കൊല്ലത്ത് അല്ലേ. അപ്പോൾ അത് വലിയൊരിതാണ് ഈ വെള്ളം. ഇതിനകത്ത് ഒരു പരിധി വരെ അത് പിടിച്ചു നിൽക്കും എന്നാണ്. അതാണ്ട് കഴിഞ്ഞാലാണ് അത്ര ഈ പൊട്ടണം. ഇവിടെ ഇപ്പോൾ ഒരു വലിയൊരു കമ്പനം ഹനുമാൻ്റെ ചവിട്ടുകൊണ്ടുണ്ടായപ്പോൾ മദജലം ആന ഒഴുക്കുന്നത് പോലെ ഉപമ പറഞ്ഞിരിക്കുക. ആ വെള്ളത്തിൻ്റെ ചില ഭാഗത്തു നിന്നൊക്കെ, പർവ്വതത്തിൻ്റെ ചില ഭാഗത്തു നിന്നൊക്കെ വെള്ളമൊഴുകി പല ജന്തുക്കളും അലറി. സിംഹം, സിംഹം, പുലി, വ്യാഘ്രം, സിംഹം, പുലി മുതലായിട്ട് കടുവയൊക്കെ എന്ന് അലറി. ഈ ജീവികളുടെ ശബ്ദമൊക്കെ അവിടെ ഉണ്ടായി. പിന്നെയോ അവിടെ പാമ്പുകൾ പത്തി വിരുത്തി. ദേഷ്യം വന്നു. അവരുടെ ആവാസസ്ഥാനത്ത് ആരാണ് വന്നത്? പാറയുടെ മുകളിൽ കൊത്തിയവർ. നമ്മൾ ഈ ഒരു പറച്ചിലുണ്ട്, ദേഷ്യം വല്ലാണ്ട് വരുന്നുണ്ട് വെച്ചാലേ പോയിട്ട് പാറ കടിച്ചോ
അല്ലേ നമ്മൾ പറയല കേട്ടോ, എല്ലാ ദിക്കിലും ഉണ്ടോ അറിയില്ല, പോയിട്ട് ആ പാറയിൽ കടിക്കുക അപ്പോൾ ദേഷ്യമൊക്കെ ശരിയാവും എന്ന് പറയണ പോലെ ഈ പാമ്പുകളുടെ ദേഷ്യം അവരെ എങ്ങനെ കാട്ടി, പാറയുടെ മുകളിൽ കൊത്തി. അതോട് കൂടിയിട്ട് ആ പാറകളൊക്കെ കഷ്ണങ്ങളായിട്ട് പിളർന്നു. എന്തൊക്കെ കോലാഹലമാണ് ഉണ്ടായത് ഈ സമുദ്രലംഘന സമയത്ത് എന്ന് പറയണം. അപ്പം ആ പർവ്വതത്തിലുള്ള ഒരുപാട് ഔഷധങ്ങളുണ്ട്, വിഷത്തിന് പ്രതിവിധിയുണ്ട്. അങ്ങനെയുള്ള ഔഷധങ്ങളുള്ളൊരു പർവ്വതമാണ് ഈ മഹേന്ദ്ര പർവ്വതം. പർവ്വതത്തിനല്ല, വിഷത്തിന് ഒരുപാട് മരുന്നുണ്ട് കേട്ടോ. ആ മരുന്നുകൊണ്ടാണ് പലപ്പോഴും വിഷം ഇറങ്ങണം. പിന്നെ പണ്ട് ഈ മന്ത്രം ഊതൽ എന്നൊക്കെ എന്തിനാണ് ചെയ്തെച്ചാൽ അത് ഈ മാനശാസ്ത്രപരമായിട്ട് ഒരു സമാധാനം കിട്ടേണ്ടത് ആവശ്യമാണ്. കാരണം പേടി കുറഞ്ഞാൽ വിഷം കുറയും. ശരിക്കും സ്ഥാനം ഈ മരുന്നിനെ ഉള്ളൂ എന്നാണ്. ഇതൊക്കെ ഒരു കാട്ടിക്കൂട്ടം, അതുകൊണ്ടൊന്നും വിഷം ഇറങ്ങണം എന്നില്ല. ഇപ്പം അത് പറയാം, പണ്ടത് പറയാനേ പാടില്ല എന്നാണ്. വില ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നിപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിലാണല്ലോ പോകുന്നത്. പാമ്പടിച്ചാൽ ആരും ഊതി ഇറക്കാൻ പോകരുത് കേട്ടോ. ഊതി ഇറക്കലൊന്നും ശരിയല്ല, ആശുപത്രി പോലെ തന്നെയാണ് ശരി. പണ്ട് അതിനുള്ള വിഷഹാരികൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊരു തെറ്റില്ല, വേറെ പോകുമ്പോഴില്ല. ഇന്ന് അതിനുള്ള വിഷഹാരികളൊന്നുമില്ല. അപ്പം അത് ഇവിടെ എന്താ പറയാൻ കാരണം, ഊതി അത്രയും മരുന്നുകൾ അവിടെ ഉണ്ടായിട്ടും ഈ പാമ്പുകളുടെ വിഷം കുറഞ്ഞില്ല. അത്രയും ശക്തമായ പാമ്പുകൾ ആ പർവ്വതത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു സൈഡ് കാര്യമായിട്ടാണ് പറഞ്ഞത്, പ്രധാന കാര്യമില്ല. അങ്ങനെ തപസ്സികൾ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഈ മല വെടിഞ്ഞു എന്നാണ്. കാരണം എന്തോ ഒന്ന് സംഭവിക്കണം, അവർക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് ഇപ്പോൾ ഇത് ഹനുമാൻ്റെ സമുദ്രലംഘനമാണെന്നൊന്നും മനസ്സിലായില്ലല്ലോ. ഭൂമി കുലുക്കാവോ, എന്തോ ഒരു ആപത്ത് വരികയാണോ എന്ന് വിചാരിച്ച് അതിൽ താമസിച്ചിരുന്ന താപസികൾ എന്ത് ചെയ്തു, ഒക്കെ സ്ഥലം വിട്ട് ആകാശത്തേക്ക് പോയി. എങ്ങനെയാണ് ആകാശത്തേക്ക് പോവുക? അവരുടെ സിദ്ധികളാണ്. സാധാരണക്കാരല്ല അവർ, തപസ്തികൾ സിദ്ധന്മാരാവും പണ്ടൊക്കെ മിക്കവാറും. വേഷം മാത്രമല്ല ഉള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്തു, പലതരത്തിലുള്ള പാത്രങ്ങൾ, സ്വർണ്ണക്കുടങ്ങൾ, സാധനങ്ങൾ, അത് ലേഹിയായിട്ടും പാനീയമായിട്ടും ഖരായിട്ടും ഒക്കെ ഉള്ളത്, വാള്, പരിച, പൊൻപിടിയുള്ള വാളടക്കം ഈ പർവ്വതത്തിലിട്ടിട്ട് ഓടി. പെട്ടെന്ന് ഭൂമി കുലുക്കാൻ വന്നാൽ നമ്മളെ സ്വർണ്ണ സാധനങ്ങൾ എടുക്കാൻ നോക്കുമോ, അതോ ജീവൻ നോക്കുമോ? ജീവനല്ലേ നോക്കുക. എന്ന പോലെ ഇവരെന്ത് ചെയ്തു, വിലപ്പിടിച്ച പല വസ്തുക്കളും അവർ ഉപയോഗിച്ചിരുന്നവ അവിടെ ഉപേക്ഷിച്ച് ദിവ്യശക്തി കൊണ്ട് വാനിലേക്ക് ഉയർന്നു. അതും ഈ ഹനുമാൻ ചാടണതിൻ്റെ കോലാഹലമാണ്. അങ്ങനെ കഴുത്തിൽ മാല, ഇതൊക്കെ പലതരത്തിൽ ശരീരത്തിൽ പലതും അണിഞ്ഞ് അവർ വാനിൽ ചെന്നിട്ടാണ്ട് എത്തുകയാണ്. പലതരത്തിലുള്ള ആഭരണങ്ങൾ, നൂപുരങ്ങൾ, കൈവളകൾ മുതലായിട്ടുള്ളതും ഇവരുടെ കൂടെ അവരുടെ ശക്തി കൊണ്ട് ആകാശത്തിലേക്ക് പോയി. ഋഷിമാർ ചില സംഭാഷണങ്ങൾ ചെയ്തു. ചിലർക്കൊന്നും അത് മനസ്സിലായില്ല, ചിലർക്കോ മനസ്സിലാവും ചെയ്തു. അപ്പം മനസ്സിലാവുന്നു. ഏഷപർവ്വത സങ്കാശോ ഹനുമാൻ മാരുതാത്മജ തിതീർഷതി മഹാവേഗ സമുദ്രം മകരാലയം. പലവിധ ജലജീവികൾ അടങ്ങിയ ഘോരസമുദ്രത്തെ ഹനുമാൻ ചാടുന്നു. ആ കോലാഹലമാണ് കേൾക്കുന്നത്. നമുക്കിതിൽ ഭയപ്പെടാനൊന്നുമില്ല, നമുക്ക് ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. അറിയുന്നവർ അങ്ങനെ പറഞ്ഞു. ഇത് ഹനുമാൻ്റെ സമുദ്രലംഘന ശ്രമം, അതിൻ്റെ പ്രാരംഭമാണ്. ട്രെയിലറേ ആയിട്ടുള്ളൂ. ഇപ്പോൾ വരാൻ പോണത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്നാലും അങ്ങനെ ഒരു ഉപദ്രവമൊന്നും ഉണ്ടാവാൻ വഴിയില്ല എന്ന് അറിയുന്നവർ അങ്ങനെ പറഞ്ഞു. രാമാർത്ഥം വാനനാർത്ഥം ചച്ചികീഷൻ കർമ്മ ദുഷ്കരം സമുദ്രസ്യ പരംപാരം ദുഷ്പ്രാപം പ്രാപ്തുമിച്ഛതി. ഒരിക്കലും കടക്കാൻ കഴിയാത്തതായിരിക്കുന്ന ആ സമുദ്രത്തെ വാനരന്മാർക്ക് വേണ്ടിയിട്ടും രാമന് വേണ്ടിയിട്ടും ഹനുമാൻ ചാടാനും പോവാണ് എന്ന് വിദ്യാധരന്മാർ, ചില ആൾക്കാർക്കൊക്കെ അത് മനസ്സിലായവർ അങ്ങനെയും പറഞ്ഞു. കടലിൻ്റെ മറുകരയിലെത്താൻ ഹനുമാൻ പുറപ്പെട്ടു. അപ്പോൾ അവിടെ വിദ്യാധരന്മാരുണ്ട്. ഹനുമാനെ അവരിങ്ങനെ കണ്ടു. ഭീമാകാരമായിട്ടുള്ള സ്വരൂപം സ്വീകരിച്ച് ആ മഹാത്മാക്കൾ ഹനുമാനെ കണ്ടു. ചിലരൊക്കെ കവിസിംഹം എന്ന് പറയാവുന്ന കവികളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ഹനുമാനെ ഇങ്ങനെ കാണുകയാണ്. ആ അഗ്നിയെപ്പോലെ തേജസ് തുറ്റതായിട്ടുള്ള ഹനുമാനാവട്ടെ ഇങ്ങനെ അലറി. അങ്ങനെ
ഉരുണ്ടതായിട്ടുള്ള തൻ്റെ വാല് വലുതായിട്ടുള്ളൊരു സർപ്പമാണ്, പാമ്പിനെ പോലെ അത്ര നീളമുണ്ടെന്നാണ്. ഹനുമാൻ്റെ തത്നാണ്ട് ദീർഘപുച്ഛായ നമ ബൃഹത് പുച്ഛായ നമ ഒരു പ്രയോഗമുണ്ട്. ബൃഹത് പുച്ഛൻ, വലിയ വാലുള്ളവൻ. പാമ്പ് നീളത്തിലുള്ള സാധനമാണ്. അപ്പം അതേപോലെ നീളമുള്ള വാലിങ്ങനെ വീശി എന്നാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തയ്യാറെടുക്കുമ്പോൾ വാനരന്മാർക്ക് വാലിന്മേൽ ശൗര്യമാകുന്നു എന്നാണ്. ആ വാലിങ്ങനെ വീശും എന്നാണ്. കൈകളൊക്കെ ഉയർത്തിപ്പിടിച്ചു. ഒലയ്ക്കയ്ക്ക് സമാനമായിട്ടുള്ള ബലമായിട്ടുള്ള ആ കൈകൾ ഒരു ഭാഗത്ത് ഉറപ്പിച്ചു. കൈകൾ ഇങ്ങനെ ലൂസാക്കിയിടാൻ പാടില്ല. ഈ പാരച്യൂട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും കൈകൾ ലൂസാക്കിയിടാൻ അതിന് ചില ട്രെയിനിങ് ഉണ്ട്. പെട്ടെന്നായ നമ്മുടെ കൈയും കാലമൊക്കെ വേറെ ആവും. കാരണം ആകാശത്ത് കൂടെ കൊണ്ട് വരുമ്പോൾ കൈ വരുത്തി പിടിക്കാൻ പാടില്ല, കൂട്ടിയിട്ടേ പിടിക്കാവൂ. കണ്ണ് ഒരു പ്രത്യേകത്തിൽ അടച്ചിരിക്കണം, അല്ലെങ്കിൽ കണ്ണു ദൃഷ്ടി മറിയത്തില്ല. അങ്ങനെ നിയമങ്ങൾ. അപ്പം അതൊക്കെ അനുമാനം അറിയാം. പാരച്യൂട്ടിൽ ഇറങ്ങുന്നത് എങ്ങനെയോ അതുപോലെ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. വയറൊക്കെ നല്ലപോലെ ഒതുക്കി എന്നാണ്. തപസ്സികളുടെ വയറധികം വീർത്തിട്ടുണ്ടാവില്ലല്ലോ, ഒക്കെ ഒതുങ്ങിയിട്ടാവും. അപ്പം അത് ഹനുമാൻ സിദ്ധനാണ്. ശരീരമൊക്കെ അതേപോലെ വയറൊക്കെ ഒതുക്കി, കൈകാലുകളൊക്കെ ഒതുക്കി, കഴുത്തും കൈകളും അങ്ങനെ ചെറിയതാക്കിയിട്ട്, ഒരുപാട് നീളം വിഷമാണ്, തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതായിട്ട് വരുന്നത് കുറുകിയതാക്കി. എന്ത് വേണമെങ്കിലും ഹനുമാന് പറ്റും. ശരീരത്തിനെ എത്ര വേണമെങ്കിലും വലുതാക്കാനോ എത്ര വേണമെങ്കിലും ചെറുതാക്കാനോ സിദ്ധിയുള്ളതായിരിക്കുന്ന ഹനുമാൻ വീര്യവാൻ തൻ്റെ കഴുത്ത് ചെറുതാക്കി. തഥാവീര്യം ആനിവേശ സവീര്യവാൻ ശ്രീമാൻ തഥൈവ ശിരോധരാം. കഴുത്തൊക്കെ ചെറുതാക്കി അതൊക്കെ ചാട്ടത്തിന് അനുയോജ്യമായ വിധത്തിൽ ആക്കി തീർത്തു എന്ന് പറയുകയാണ്. എന്നിട്ടോ കണ്ണുകൾ കൊണ്ട് ആകാശത്തെ ഒന്നങ്ങനെ അവലോകനം ചെയ്തു. എത്രത്തോളമൊക്കെ ഉണ്ടെന്നങ്ങനെ നോക്കി. എത്ര ദൂരപ്പം തനിക്ക് ചാടണം, താൻ ഇപ്പം എവിടെയാണ് നിൽക്കണം, എവിടെ എത്തണ്ട്, എത്ര വിസ്തീർണം ചാടണം എന്നൊക്കെ ഒരു അവലോകനം ചെയ്ത് പ്രാണനെ ഹൃദയത്തിൽ അടക്കിയ യോഗസിദ്ധിയൊക്കെ വേണം. ആർക്കെങ്കിലും പറ്റുമോ ഈ 64 യോജനയൊക്കെ ചാടാൻ? അസാധാരണ കഴിവുള്ളവർക്കാണ്. അത് സാധാരണ കഴിവുപെട്ടതല്ല. അതുകൊണ്ടാണ് യോഗസിദ്ധി. ചില യോഗൻ പ്രാണനെ ഹൃദയത്തിൽ അങ്ങനെ ഒതുക്കി അത്യാവശ്യ യോഗ സംബന്ധമായിട്ടുള്ള ആ ചില അനുഷ്ഠാനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ആണ് എന്ത് ചെയ്തത്? രാമൻ വിട്ടയച്ചതായിരിക്കുന്ന അതിവേഗത്തിലുള്ള ശരം പോലെ, ആ ശരം എപ്രകാരം പോകുമോ അതുപോലെ ഞാൻ പോകാൻ പോകുന്നു, സമുദ്രം കടക്കാൻ പോകുന്ന ഒരു പ്രഖ്യാപനമാണ് എന്നാണ്. അണയഥാ രാഘവ നിർമുക്ത ശരശ്വസന വിക്രമ. വായുവേഗത്തിലുള്ളതായിരിക്കുന്ന ഹനുമാൻ്റെ ശരം എപ്രകാരം പോകുന്നുവോ, ഗച്ഛേൽ തദ്ബൽ ഗമിഷ്യാമി ലങ്കാം രാവണപാലിതാം. രാവണനാൽ പാലിക്കപ്പെട്ടതായിരിക്കുന്ന ലങ്കയിലേക്ക് രാമൻ തൻ്റെ ബില്ലിൽ നിന്ന് അയച്ച ശരത്തിൻ്റെ വേഗതയിൽ, വായുവേഗത്തിൽ ഇതാ ലങ്കയെ ലക്ഷ്യമാക്കി ഞാൻ കടക്കാനും ചാടാനും പോകുന്നു. പിന്നെ മാത്രമല്ല ഞാൻ എന്തും കൂടി ചെയ്യും പറയണം. ആ പോയിട്ട് രാവണനെ ബന്ധിച്ച ലങ്ക വേരോടുകൂടി പറിച്ചെടുത്തിട്ട് വരും പ്രതിജ്ഞ. ഉത്സാഹത്തിൻ്റെ ആ ഊക്കിലി നമ്മുടെ സർവഥാ കൃതകാര്യോഹം ഏഷ്യാമി സഹസീതയാ രണബദ്ധ്വാ രാക്ഷസ രാജാനം ആനയിഷ്യാമി രാവണം. രാക്ഷസ രാജാവായിരിക്കുന്ന രാവണനെ ബന്ധിച്ച് കൊണ്ടുവരും. കൂടാതെയോ ഞാൻ ആ ലങ്കയെ സമൂലം പറിച്ചെടുക്കും എന്ന് പറയുകയാണ്. ആനയിഷ്യാമി വാലങ്കം സമുൽപാട്യ രാവണം. രാവണനോട് കൂടിയിട്ട് ആ ലങ്കയെ പറിച്ചെടുത്തിട്ട് ഞാൻ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് കൂസലില്ലാതെ മേൽപോട്ട് ചാടി ആ ഗരുഡൻ ആണ് എന്ന് ഒരു നിമിഷം അങ്ങോട്ട് സങ്കല്പിച്ചു. സങ്കല്പങ്ങൾക്കൊക്കെ ചിലപ്പോൾ യാഥാർത്ഥ്യത്തിൻ്റെ ഫോഴ്സ് ഉണ്ടാവുന്ന. ഞാൻ ഗരുഡനാണ് എന്നങ്ങോട്ട് കരുതി ഗരുഡൻ പറക്കണ പോലെ ഒരൊറ്റ ചാട്ടം ഇവിടുന്നാണ് പുറപ്പെടുകയാണ്. അതിൻ്റെ നടുവിലുണ്ടാവുന്ന സംഭവങ്ങൾ സുരസ, സിംഹിക, മൈനാകം കാര്യങ്ങളൊക്കെ ഒരു സർഗത്തിൽ വർണ്ണിക്കുകയാണ്. ആദ്യത്തെ സർഗം വലിയ സർഗത്തിൻ്റെ ഒരു ഭാഗമേ ആയുള്ളൂ. ഇപ്പോൾ കാൽഭാഗം കൂടി ആയിട്ടില്ല. 213 ശ്ലോകമുണ്ട്. 50 ഏഴായെന്ന് പറഞ്ഞാൽ 4 കൂടി ആയിട്ടില്ല. ബാക്കി അടുത്ത ദിവസം. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം
വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം നേതസ്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.